ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് സൂര്യപ്രകാശം കൊണ്ട് എങ്ങനെ നമ്മുടെ ഊർജ്ജ ശരീരത്തെയും പൊതുവായിട്ട് നമ്മുടെ ഫിസിക്കൽ ബോഡി, എനർജി ബോഡി ആൻഡ് എനർജി സെൻറ്റേഴ്സ്, ദാറ്റ്സ് ചക്രാസ്, ഇതിനൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്ത് എങ്ങനെ ശക്തിമത്താക്കിയെടുക്കാം, ശുദ്ധീകരിച്ച് നമ്മൾക്ക് എങ്ങനെ ശാക്തീകരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 8:30 മുമ്പുള്ള സമയത്ത് കാലത്ത് പുലർച്ചയ്ക്കാണെങ്കിൽ വളരെ നല്ലതാണ്. നേരം വെളുത്ത ഉടനെ തന്നെ ഏതെങ്കിലും ഒരു മനോഹരമായ ഒരു സ്ഥലത്ത് സൂര്യനെ ദർശിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ആ പ്രകാശം സ്വീകരിക്കുക. ആ ഗോൾഡൻ എനർജി നമ്മളിലേക്ക് കടന്നു വരുന്നതും അത് നമ്മുടെ ഊർജ്ജ ശരീരത്തിലുമൊക്കെ ക്ലീനിങ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതും അത് സൂര്യപ്രാണൻ്റെ ശക്തി കൊണ്ട് അതിനെയൊക്കെ സ്വീകരിച്ച് അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്നു. സൂര്യനിൽ ധാരാളം മൂലകങ്ങൾ കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് അതിമഹത്തായ ശക്തിവിശേഷമുള്ളതാണ് സൂര്യൻ. അപ്പോൾ നമുക്കതിന് വേറെ സ്ഥലത്തേക്ക് ചീത്തകളെ പറഞ്ഞയക്കേണ്ടതില്ല. സൂര്യൻ അതിനെ ആവാഹിച്ചെടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക. സൂര്യൻ ഭഗവാനോട് പറയുക, ഇത് സ്വീകരിച്ച് എൻ്റെ ഉള്ളിലുള്ള ഈ ചീത്തകളായിട്ടുള്ള, എനിക്ക് സങ്കടങ്ങളുണ്ടാക്കുന്നതായിട്ടുള്ള, വേദനകളുണ്ടാക്കുന്നതായിട്ടുള്ള, അസ്വസ്ഥതകളുണ്ടാക്കുന്നതായിട്ടുള്ള, തീരുമാനമെടുക്കാൻ സാധിക്കാതെ വരുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നതായിട്ടുള്ള തോന്നലുണ്ടാക്കുന്ന, മാനസിക തലത്തിലും ശാരീരിക തലത്തിലും വൈകാരിക തലത്തിലും സ്പിരിച്വൽ ലെവലിലൊക്കെ ഉള്ള തടസ്സങ്ങളെ കംപ്ലീറ്റായി അങ്ങ് സ്വീകരിച്ച് എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പറയുക. ഇതൊരു വിശ്വാസമാണ്. ഈ വിശ്വാസം വെറുതെ അല്ല, വിശ്വാസങ്ങളാണ് പ്രവർത്തികളായിട്ട് വരിക, ചിന്തകളായിട്ട് വരിക. അത് വളരെ ശക്തിയായിട്ട് നടക്കുമെന്നുള്ളതാണ്. നമുക്കിത് പറയുമ്പോൾ ഇത് വെറുതെ സൂര്യനെ കൊണ്ടൊക്കെ ഇത് എങ്ങനെ സാധിക്കും, മരുന്ന് കഴിച്ചാൽ മാത്രമല്ല ഇതൊക്കെ പോവുള്ളൂ, അങ്ങനെയുള്ള ചിന്തകളല്ല വേണ്ടത്. നിങ്ങൾക്ക് ഈ പ്രകൃതിയുടെ താളങ്ങൾ, പ്രകൃതിയിൽ മറഞ്ഞിരിക്കുന്ന അതിനിഗൂഢമായ തത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ലളിതമായി നമ്മുടെ ചീത്തകളെ കളയാനാവുന്ന ഒരവസരമാണ് ഈ പറഞ്ഞ ടെക്നിക്കുകളൊക്കെ. അതിൽ സൂര്യൻ്റെ ടെക്നിക്കാണ്. സൂര്യപ്രാണനെ ഉപയോഗിച്ചുകൊണ്ട് നാം ഒരു സുവർണ പ്രകാശം നമ്മിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഏത് തരത്തിലുള്ളതായാലും, ശാരീരികമായിട്ടുള്ള വിഷമങ്ങളായാലും, വൈകാരിക തലത്തിലുള്ള വൈകാരിക തലത്തിലുള്ള പ്രശ്നങ്ങളും, മെൻ്റലി എന്ന് പറയുമ്പോൾ, മാനസികം എന്ന് പറയുമ്പോൾ ശരിയായിട്ടുള്ളത് നമ്മുടെ ഇൻ്റലക്ച്വൽ പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടത്, വൈകാരികം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ പ്രകാശം നമ്മുടെ ശരീരത്തിൽ കൂടെ കടന്നു വരുന്നതും സുവർണ പ്രഭയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് സൂര്യപ്രകാശം കടന്നു വരുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് നമ്മുടെ ശിരസിൽ കൂടെ താഴേക്ക് വരിക. ഈ നെഞ്ചിൻ്റെ കുഴി ഭാഗത്തൊരു വൈറ്റൽ എനർജി സെൻറ്റർ ഉണ്ട്, സോളാർ പ്ലെക്സസ്. അതിലേക്കും അത് കടന്നു വന്ന് അതിലുള്ള ഇമോഷൻസ്, അതൊരു ലോവർ ഇമോഷൻ്റെ ഭാഗമാണ്. നമ്മുടെ ഭയം, വെറുപ്പ്, വിദ്വേഷം, കോപം, അങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസൊക്കെ ഉണ്ടാക്കുന്ന ഭാഗമാണ് ഈ സോളാർ പ്ലെക്സസ്. അതിൽ കൂടെ സൂര്യപ്രകാശം സുവർണ കണികകളായി വന്ന് സോളാർ പ്ലെക്സസിനെ ക്ലീൻ ചെയ്യുന്നതും അത് താഴേക്ക് പോയി അതിനെ സൂര്യൻ്റെ വെളിച്ചം അങ്ങനെ തന്നെ അതിനങ്ങോട്ട് എടുത്തു കൊണ്ടുപോകുന്നതും സങ്കല്പിക്കുക. സൂര്യപ്രകാശം അതിനെ സ്വീകരിക്കുന്നതും അതിനെ വിഘടിപ്പിച്ച് സുവർണ ധൂളികളാക്കി മാറ്റുന്നതും. എനർജി ചീത്ത ഊർജ്ജത്തെ നമുക്ക് നശിപ്പിക്കാനായിട്ട് പറ്റില്ല, കാരണം ഊർജ്ജം നശിക്കാത്തതാണ്. ഊർജ്ജത്തിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഊർജ്ജത്തെ നമുക്ക് താഴേക്ക് കൊണ്ടുവന്ന് അത് സൂര്യനിലേക്ക് തന്നെ ലയിപ്പിക്കുമ്പോൾ സൂര്യൻ്റെ അപാരമായ ശക്തിവിശേഷം കൊണ്ട് അതിനെ വിഘടിപ്പിച്ച് സുവർണ ധൂളികളാക്കി മാറ്റുന്നു. അത് പിന്നെ ലോകനന്മയ്ക്കായിട്ട് അത് ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം? ആദ്യം പ്രയർ ചെയ്തിട്ട് സൂര്യ ഭഗവാനെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അവരവരുടെ ദൈവങ്ങളെ പ്രാർത്ഥിക്കുക, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദൈവങ്ങളെക്കുറിച്ച് ഓർക്കുക. എന്നിട്ട് നമ്മളെ സഹായിക്കുന്ന സൂര്യഭഗവാനോട്, ഭഗവാൻ തന്നെ ഉദ്ദേശിച്ചോളൂ, സൂര്യഭഗവാനോട് പറയാം, എൻ്റെ ഉള്ളിൽ മലിനമായിരിക്കുന്ന എൻ്റെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെയും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളെയും ഒക്കെ സ്വീകരിച്ച് അതിനെ റിമൂവ് ചെയ്ത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് എന്നിൽ നിറഞ്ഞ സുവർണ പ്രകാശം നിറയട്ടെ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഊർജം എന്നിൽ വന്ന് നിറയട്ടെ. സൂര്യദേവ, അങ്ങേക്ക് എൻ്റെ നമസ്കാരം, എൻ്റെ പ്രണാമം.
ഞാൻ ഇത് അന്നും ഞാൻ പരിശീലിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എന്നെ സഹായിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ടൊരു താങ്ക്സ് ഗിവിങ് പ്രയർ പറയുക ടു ദ സുപ്രീം ഗോഡ് ആൻഡ് എല്ലാ ടീച്ചേഴ്സ്, എല്ലാ ഗുരുക്കന്മാർ, എല്ലാവരുടെയും അനുഗ്രഹവും അതുപോലെ തന്നെ സൂര്യഭഗവാന്റെ അനുഗ്രഹവും എനിക്ക് ലഭിച്ചതുകൊണ്ട് ഞാൻ വളരെ ശക്തനായിരിക്കുന്നു. എനിക്ക് ധാരാളം സൂക്ഷ്മമായി നിൽക്കുന്ന സുവർണ പ്രകാശം സൂര്യഭഗവാൻ പകർന്നു തന്നിരിക്കുന്നു. ലോട്ട്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നിറഞ്ഞ നന്ദിയോടെ, അതുപോലെ തന്നെ നിറഞ്ഞ ബഹുമാനത്തോടെ, നിറഞ്ഞ സ്നേഹത്തോടെ ഞാൻ ഇത് പരിശീലിക്കും എന്ന് തീരുമാനമെടുക്കുക. ജീവിതത്തിൽ ഇതൊരു വലിയ ട്രാൻസ്ഫോർമേഷന് വഴി തെളിക്കട്ടെ. ജീവിതത്തിന് വളരെ മികച്ചതാവാനായിട്ടും വളരെ ഊർജ്ജസ്വലമാകാനും നമ്മുടെ ഇമോഷൻസൊക്കെ പോയി, നെഗറ്റീവ് ഇമോഷൻസൊക്കെ പോയി വളരെ ശക്തരാവാനും കൂടുതൽ മേഖലകളിൽ കയറി ഉന്നതങ്ങളിലേക്ക് എത്താനും ഇത് സഹായിക്കട്ടെ. ഈ പരിശീലനങ്ങൾ നിങ്ങൾക്കേവർക്കും നന്ദി. എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും സർവേശ്വരൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നമസ്തേ. താങ്ക് യു.